ക്രീം വേൾഡ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബാക്ക് ടു സ്കൂൾ ഹോളാണ്. അപ്പം ഞാൻ ഇന്ന് കടയിൽ പോയിരുന്നു. അപ്പം ഞാൻ എന്തൊക്കെ വാങ്ങിച്ചെന്ന് കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഈ നോട്ട്ബുക്സാണ്. ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നോട്ട്ബുക്സാണ്. പല പല ഡിസൈൻസും പല പല കളേഴ്സുമാണ്. ഇത് 10 എണ്ണം വരുന്നത് സെറ്റാണ്. അപ്പം ഈ 10 എണ്ണം വരുന്ന ഈ ഒരു സെറ്റ് വാങ്ങിച്ചാൽ നമുക്ക് ഈ 5 ബുക്ക് ഫ്രീ കിട്ടും. അതും ചാപ്റ്റേഴ്സ് തന്നെയാണ്. ഇതിൻ്റെ പുറം പേജൊക്കെ നല്ല കട്ടിയാണ്, വെറൈറ്റി ആണ്, നല്ല റെയിൻബോ പല പല കളേഴ്സാണ്. അകത്തെ പേജസും നല്ലതാണ്, പല പല എഴുത്തും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് വാങ്ങിച്ചത്. സെക്കൻഡ് ഈ രണ്ട് മാത്സ് നോട്ട്ബുക്കാണ്. അത് രണ്ടും ക്യാമലിൻ്റെയാണ്. അതിൻ്റെ സൈഡ് ലൈനാണ് കേട്ടോ. അതിൻ്റെ നല്ല പേജസും നല്ല പുറം പേജും ഒക്കെയാണ്, നല്ല വെറൈറ്റിയാണ്. അതാണ് 2 എണ്ണം മാത്സ് നോട്ട്ബുക്ക് വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു 2 ബുക്ക് റാപ്പറാണ് കേട്ടോ. ഈ പരിവര പോലത്തെ ഇതുള്ള സംഭവമാണ്. ഒന്ന് വൈറ്റും ഒന്ന് ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു കളറും ജെയ്ഡ് പോലത്തെ ഒരു കളറുമാണ് വാങ്ങിച്ചത്. പിന്നെ നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഈ വുഡി പെന്നാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഞാൻ ഹോസറിൻ്റെ പെന്നിട്ടാണ് എഴുതിയത്. അപ്പോൾ ഈ വുഡി പെൻ എഴുതിയപ്പോൾ നല്ല സുഖമുണ്ട് എഴുതാൻ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അത് വാങ്ങിച്ചു. ഞാൻ ബ്ലൂ ഇങ്കിട്ടാണ് എപ്പോഴും എഴുതാറ്. ഇതും ബ്ലൂ തന്നെയാണ്. വുഡിയുടെ നല്ല പേനയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എഴുതാൻ നല്ല സുഖമാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു സിസേഴ്സാണ്. ഈ ഓറഞ്ച് കളർ സിസേഴ്സാണ്. എൻ്റെ കയ്യിലുള്ള സിസേഴ്സിൻ്റെ എല്ലാം മൂർച്ചയൊക്കെ പോയി. നല്ല സിസേഴ്സാണ്. അപ്പം ഒരു സിസേഴ്സ് ഞാൻ വാങ്ങിച്ചു. നല്ല സ്മൂത്താണ് ഒരു സിസേഴ്സ് ഞാൻ വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു സ്കെച്ച് പെനാണ്. അപ്സരയുടെ 12 ഷെയ്ഡ്സ് വരുന്ന സ്കെച്ച് പെൻസാണ്. ഇത് നല്ല 12 ഷെയ്ഡ്സ് വന്ന് നല്ല കളേഴ്സാണ്, നല്ലോണം തെളിയുന്നതാണ്. ഞാൻ വരച്ചൊക്കെ നോക്കി, നല്ലോണം തെളിയുന്നതൊക്കെയാണ്. ഇത് നല്ലതാണ്. എൻ്റെ കയ്യിലുള്ള സ്കെച്ച് പെൻസൊക്കെ തീരാറായി. സോ ബ്ലാക്കാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പം ഞാൻ ഈ സ്കെച്ച് പെൻസ് ഒരു സെറ്റ് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഈ കളർ പെൻസിൽ വാങ്ങിച്ചു. അതും അപ്സരയുടെ 12 ഷെയ്ഡ്സ് വരുന്ന കളർ പെൻസിൽസാണ്. ഒരു ഷാർപ്നറും ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ തുറക്കുന്നതാണ്. നല്ല ക്യൂട്ട് കളേഴ്സാണ്. കാരണം ഇത് ചെറുതായതുകൊണ്ട് നല്ല ക്യൂട്ട് പോലെ എനിക്ക് തോന്നി. നല്ല ക്യൂട്ടാണ്. ചെറുതിൻ്റെ ആവശ്യമുള്ളൂ. സോ ഞാൻ ചെറുതാണ് വാങ്ങിച്ചത്. നല്ല തെളിയുന്ന കളേഴ്സാണ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു അപ്സരയുടെ ടൈഡി അപ്പ് എന്ന് പറഞ്ഞൊരു 2-in-1 കോംബോ പോലത്തെ ഇറേസർ ആൻഡ് ഷാർപ്നർ കോംബോ ആണ്. ഇത് താഴെ ഇറേസറും മേളിൽ ഷാർപ്നറുമാണ്. 2-in-1 ഇറേസർ ആൻഡ് ഷാർപ്നർ കോംബോ. അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ഫെവിസ്റ്റിക്ക് ആൻഡ് ഫെവിക്കോൾ. അത് പശയൊക്കെ തീരാറായി. പ്രൊജക്ട്സിനും 8th-ലാണ്. അപ്പോൾ പ്രൊജക്ട്സിനൊക്കെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഈ ഫെവിസ്റ്റിക്കും ഫെവിക്കോളും വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ബ്ലാക്ക് ജെൽ പെനാണ്. എൻ്റെ ബ്ലാക്ക് ജെൽ പെൻ തീർന്നു. അപ്പം എനിക്ക് ആ ബ്ലാക്ക് ജെൽ പെൻ ആവശ്യമുണ്ട്. സോ ഞാൻ ബ്ലാക്ക് ജെൽ പെൻ 1 വാങ്ങിച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇറേസേഴ്സാണ്. 4 എണ്ണം ഉണ്ട്. 2 അപ്സരയുടെയും 2 ഫാബ്രിക് കാസലിൻ്റെ ഇറേസേഴ്സാണ്. നല്ലോണം ഇറേസ് ആവുന്നത് ഏതാണ് വെച്ച് നോക്കിയിട്ട് കൊണ്ടുപോകാനാണ്. അപ്പം 4 ഇറേസേഴ്സ് ഞാൻ വാങ്ങിച്ചു. നെക്സ്റ്റ് ലാസ്റ്റായിട്ട് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ക്യൂട്ട് ഡോറിമോൻ ഷാർപ്നറാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ക്യൂട്ടാണ്. അതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും, വേസ്റ്റൊക്കെ കളയാൻ പറ്റും, പെൻസിൽ ഷേപ്പൻസ് കളയാൻ പറ്റും. നല്ല ക്യൂട്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പം ഇത്രയാണ് ഞാൻ സ്റ്റേഷനറി ഐറ്റംസ് എന്ന് പോയപ്പോൾ വാങ്ങിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.